ലോകകപ്പ് ഫുട്ബോള് അതിൻ്റെ ഏതാണ്ട് ആരവങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ കുട്ടികളെയും യുവജനങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഞാനിപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയും. ഈ ലോകകപ്പ് കിരീടം നേടിയതാരാണ്? സ്പെയിനാണ്. നിങ്ങൾക്കറിയാവോ? എനിക്കറിയില്ല. സ്പെയിനിൻ്റെ മധ്യസ്ഥനാരാണ്? യാക്കോബ് അപ്പോസ്തലനാണ്. സ്പെയിൻ യഥാർത്ഥത്തിൽ സ്പെയിനിൻ്റെ സംരക്ഷകൻ അല്ലെങ്കിൽ സ്പെയിനിൻ്റെ മധ്യസ്ഥൻ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിശേഷിപ്പിക്കുന്നത് യാക്കോബ് അപ്പോസ്തലനെയാണ്. ഞാനും പെട്ടെന്ന് സന്ദർഭവശാൽ അത് പറഞ്ഞ് വന്നത് എന്നതേ ഉള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ഫുട്ബോൾ ലോകകപ്പ് സമയത്ത് ഒത്തിരിയേറെ ടീം, തീർച്ചയായിട്ടും ഒത്തിരിയേറെ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. ഏതാണ്ട് 48ഓളം രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു. ഈ ഫുട്ബോൾ കളിക്കുവാനായിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷന് വേണ്ടി ഒത്തിരിയേറെ മറ്റ് രാജ്യങ്ങളും പങ്കെടുത്തു. ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഈ 48 രാജ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, എത്ര രാജ്യങ്ങളാണ് ഈ ഫുട്ബോളിൻ്റെ പേരിൽ ഒരുമിച്ച് വരുന്നത് എന്നത്. നമുക്കറിയാം, ഈ ഫുട്ബോളിൻ്റെ ഈ മാമാങ്കം തുടങ്ങുന്ന തൊട്ടു മുമ്പാണ് ലിയോ പാപ്പ സ്പെയിൻ സന്ദർശിക്കുന്നത്. സ്പെയിൻ സന്ദർശിച്ചു, അവരോട് കുറച്ച് ദിവസം സമയം ചെലവഴിച്ചു. പല രാഷ്ട്രങ്ങളും അദ്ദേഹം പോയി സന്ദർശിക്കുന്നത് പോലെ അവിടെ സന്ദർശിച്ചതാണ്. അദ്ദേഹം സന്ദർശിക്കുന്നതിൻ്റെ വേളയിൽ ഒരു പള്ളിയിൽ ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഫുട്ബോളിൻ്റെ ആധ്യാത്മികതയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ഫുട്ബോളും ഈ സുവിശേഷവും എങ്ങനെ അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സ്പെയിനിൽ അന്ന് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഏതൊരു കളിയും, സ്പോർട്സ് എന്തുമാകട്ടെ, പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ പോലുള്ള ലോകകപ്പ് മത്സരങ്ങൾ ലോകത്തെ മുഴുവനും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പരസ്പരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുകയാണ് ചെയ്യുന്നത്. കളിക്കിടയിൽ അടിയും കുസ്തിയൊക്കെ ഉണ്ടെങ്കിലും ഓരോ രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യക്കാർ പരസ്പരം കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു സത്യമുണ്ട്. അതായത്, ഞാൻ ഇന്ന രാജ്യക്കാരനാണ്, നീ മറ്റു രാജ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാലും പരസ്പരം അവർ തമ്മിൽ സൗഹാർദ്ദം പങ്കിടുന്നു. അവർ തമ്മിൽ സ്നേഹം പങ്കിടുന്നുണ്ട്. പാപ്പ പറയാനാണ് ആഗ്രഹിച്ചത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷം എന്നത് സ്നേഹം പരസ്പരം പങ്കിടുന്നതാണ്. വലിപ്പ ചെറുപ്പമില്ലാതെ. ചില രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ചിലത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, ചിലത് അങ്ങനെ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്. അങ്ങനെ പരസ്പരം ചില രാജ്യങ്ങൾ തീരെ മോശമാണ്, അവർ വലിയവരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പാപ്പ പറയുന്നത്, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പരസ്പരം കളിക്കുകയും സ്നേഹം പങ്കിടുകയും സൗഹാർദ്ദം പുലർത്തുകയും അങ്ങനെ രാജ്യങ്ങൾ പരസ്പരം നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ പറയുന്ന ഫുട്ബോൾ മാമാങ്കം. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പാപ്പ എല്ലാവരോടും ചോദിക്കുന്ന പോലെ പാപ്പയോട് ചോദിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു, പാപ്പ ഏത് ടീമിലാണ്? വലിയ പാപ്പ പറഞ്ഞത്, ഞാൻ അമേരിക്കക്കാരനാണ്, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, വേറെ ഉത്തരവൊന്നും പറയാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ കാര്യം ഓക്കെ, ഇപ്പോൾ ഏത് ടീമാണെന്നുള്ളതല്ല, ഞാൻ അമേരിക്കക്കാരനാണ്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹം അമേരിക്കക്കാരനാണെങ്കിലും അമേരിക്കയിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ച് അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ് ചെയ്യുന്നത്. വിമർശിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഇവിടെ യഥാർത്ഥത്തിൽ ഏത് രാജ്യം എന്നതിനേക്കാളുപരി അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, പരസ്പരം ഈ രീതിയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും
ശക്തിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ, അതാകണം ഇത്തരത്തിലുള്ള അവസരങ്ങൾ എന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്ന എല്ലാവരോടും പറയുകയായിരുന്നു. മറ്റൊരു ദൃശ്യം യഥാർത്ഥത്തിൽ ഫുട്ബോൾ മത്സരങ്ങൾക്കിടയിൽ നമ്മൾ കണ്ടത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും കുട്ടികളും യുവാക്കളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ചില ടീമുകൾ കളിക്കളത്തിൽ വരുന്നതിന് മുൻപും പിൻപും, ജയിച്ചോ തോറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവർ ഒന്നു ചേർന്ന് പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇത് വാസ്തവത്തിൽ വലിയൊരു സാക്ഷ്യം ഈ ലോകത്തോട് പറഞ്ഞു. അവരുടെ ഒരു വാസ്തവത്തിൽ അവരുടെ ആ ദൃശ്യം തന്നെ ഒരു സുവിശേഷ പ്രഘോഷണമായിരുന്നു. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. പക്ഷെ ഓരോരോ രാജ്യക്കാരും അവരവരുടേതായിട്ടുള്ള ആ ദൈവവിശ്വാസം പ്രഘോഷിക്കുന്നത് പലരും കണ്ടു. പലരും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രചരിപ്പിക്കുന്നുമുണ്ടായിരുന്നു. ഇനി ചിലരോട് ഒക്കെ ചില ഇൻ്റർവ്യൂകളൊക്കെ നടത്തി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളായതുകൊണ്ട് മെസ്സിയോട് ചോദിച്ചു, മെസ്സി ഇയാൾ എങ്ങനെ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, തട്ടിയും മുട്ടിയും ഞങ്ങൾ ഫൈനലിലെത്തി. ഇനി ഞങ്ങളുടെ കപ്പാസിറ്റി കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തം, ദൈവം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് ഇരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഏതാണ്ട് ഫൈനലിലെത്തിയത്. അല്ലാതെ ഞങ്ങൾക്ക് ഉള്ള ശക്തി ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്കറിയാം എന്ന് അദ്ദേഹം ഈ ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യനോട് പറയുന്നുണ്ടായിരുന്നു. അയാൾ സാധാരണ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ യേശു എന്നൊക്കെ കുറേ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈശോയോടുള്ള ആ വിശ്വാസം, ആശ്രയം, അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ പല ആൾക്കാരും, ഒരു ജർമ്മനിയിലെ ഒരു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹമാണ് ആ ജർമ്മൻ രാജ്യത്തിന് വേണ്ടി ആദ്യം ഗോളിട്ടത്. അദ്ദേഹത്തോട് ഇൻ്റർവ്യൂക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയാൾ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും കളിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലുകൊണ്ട് ഒരു ഗോൾ ഉണ്ടായി, അതിൽ ഞാൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. ഒരു ജർമ്മൻകാരനാണ്. ജർമ്മൻകാരൻ്റെ ആ ഒരു വിശ്വാസ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതുപോലെ ഒട്ടനവധി ഈ പറയാതെ അവരുടെ ആംഗ്യം, ജസ്റ്റർ തന്നെ. നിങ്ങൾക്കറിയാം, ചിലർ ഓരോരോ ഗോള് അടിച്ച് തിരിച്ചു വരുമ്പോൾ അവർ ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ഇട്ടിട്ട് മുകളിലേക്ക് നോക്കുന്നത്. വാസ്തവത്തിൽ ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണത്. അവർ അറിയാതെ യേശുവിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ഓരോ അവസരങ്ങളും, തങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ വിജയങ്ങളും തങ്ങളുടെ ശക്തി കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ശക്തി കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ന് അവരറിയാതെ അറിഞ്ഞോ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരരെ, പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. ഇത് വളരെ ഏറെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമ്മൾ അടിത്തറയിട്ട് ഒരു ഫൗണ്ടേഷനായി കൊണ്ട് നടക്കേണ്ടതാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. നമ്മൾ അധ്വാനിക്കുന്നു, അത് ഫലം തരുന്നത് ദൈവമാണ്. ഈ ഒരു അവബോധം യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ലോകകപ്പിൽ എന്ന് മാത്രമല്ല, എല്ലാ ലോകകപ്പ് മത്സരങ്ങളിലും, ഇത് മാത്രമല്ല മറ്റ് അനേകം കളികളിലും ഒക്കെ ഇതേപോലുള്ള കാര്യങ്ങൾ ദൃശ്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ പെലെ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഫുട്ബോൾ ഇതിഹാസം എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴല്ല, പഴയ ഒരു വലിയ ഫുട്ബോൾ ഇതിഹാസമായിട്ട് ലോകമെമ്പാടും വാഴ്ത്തിപ്പാടുന്ന ഒരു മനുഷ്യനാണ് പെലെ. അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് അദ്ദേഹത്തിനോട് അഭിമുഖം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചതിനിടയ്ക്ക് ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു: ഹു ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരാണ്? ഈ ചോദ്യം ചോദിച്ച ആൾ സ്വാഭാവികമായിട്ടും ചോദിച്ചത് ഇയാൾക്ക് മുമ്പ് ഉള്ള ഏതെങ്കിലും വലിയ പ്രഗത്ഭരായ ഫുട്ബോൾ കളിക്കാരെ കുറിച്ച് അയാൾ പരാമർശിക്കും എന്ന് ഉദ്ദേശിച്ചിട്ടാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്.
ഹു ഈസ് യുവർ ഹീറോ? നിങ്ങളുടെ ഹീറോ ആരാണ്? ചോദ്യം പെലെയോടാണ്. അതായത് ഈ ലോകം ഏറെ ആദരിക്കപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനോടാണ്. ചോദ്യം സിമ്പിളാണ്, നിങ്ങളുടെ ഹീറോ ആരാണ്? അയാൾ നിമിഷം പ്രതി വേറെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞ ഉത്തരം ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഹീറോ. അവരെല്ലാവരും ഞെട്ടി. കാരണം ഈ മനുഷ്യൻ വാസ്തവത്തിൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന വലിയ ഒരു ഫുട്ബോൾ ഇതിഹാസമാണ്. അയാളോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ ഇയാളെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആക്കി തീർത്ത മറ്റേതെങ്കിലും ഹീറോസ് ഉണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയായിരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് മൈ ഹീറോ ഈസ് ജീസസ് ക്രൈസ്റ്റ്. വാസ്തവത്തിൽ അദ്ദേഹം പ്രഘോഷിച്ച ഒരു വലിയ സുവിശേഷ പ്രഘോഷണമാണത്. എമ്പാടുമായിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഹീറോ യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ വാക്കുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ അവർ യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ നമ്മൾ ഈ ഒരു ഫുട്ബോൾ മാമാങ്കത്തിനിടയിൽ കാണുന്നുണ്ട്. ഒത്തിരിയേറെ പേരുണ്ട്, പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ യഥാർത്ഥത്തിൽ നമ്മളെല്ലാ വർഷവും ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ കേൾക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നും എന്നും നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ ചിന്ത മാത്രം പങ്കുവെച്ച് ഈ ഒരു വിചിന്തനം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും അവയവങ്ങൾ മോശമാണ് അല്ലെങ്കിൽ വലുതാണ് ചെറുതാണ് എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല, അല്ലേ? എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കല്ലടിച്ചാൽ മതി, അത് എല്ലായിടത്തും ബാധിക്കും, അല്ലേ? ഒരു ചെറിയ വേദന കിട്ടിയാൽ എല്ലാ ശരീരത്തിനെയും ബാധിക്കും. പക്ഷേ ശരീരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അവയവമാണ് നാവ്. നമ്മുടെ നാവ്, അല്ലേ? നാവ് ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട, അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് സംസാരിക്കാൻ കഴിയുന്നല്ലോ എന്നതിൽ. സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ നാവിന് നന്മയാകാൻ സാധിക്കും, തിന്മയാകാനും സാധിക്കും. ഒരാൾക്ക് ജീവൻ നൽകാൻ കഴിയും, ഒരാളെ കൊല്ലാനും ഈ നാവിന് സാധിക്കും. ഞാൻ നേരത്തേക്ക് പറഞ്ഞുകൊണ്ട് വന്നത് ഈ നാവ് കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ യാക്കോബ് അപ്പോസ്തലന്റെ ജീവിതത്തെ ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക, അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിത്യരക്ഷ പ്രാപിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. അത് യഥാർത്ഥത്തിൽ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലുടനീളം പ്രഘോഷിച്ചു. അപ്പോസ്തലന്മാരുടെ ഇടയിൽ തന്നെ ആദ്യത്തെ അപ്പോസ്തലൻ എന്ന രീതിയിൽ രക്തസാക്ഷിയായി മാറിയതും യാക്കോബ് അപ്പോസ്തലനാണ്. പ്രിയമുള്ളവരെ, അവിടെ തൻ്റെ നാവ് കൊണ്ട് യേശുവിന് മഹത്വം നൽകുകയും യേശുവാണ് രക്ഷകൻ, ആ രക്ഷകനെ സ്വന്തമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സൗഖ്യവും വിജയവും ഐശ്വര്യവും പ്രാപിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഈ അപ്പോസ്തലൻ എല്ലാവരുമായിട്ട് തൻ്റെ വാക്കുകളിലൂടെ പ്രഘോഷിച്ചുകൊണ്ടിരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലൻ നമ്മളോടും പറയുന്നത്, നിങ്ങളുടെയും ധർമ്മം ഈ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ യേശുവിനെ മഹത്വപ്പെടുത്തുക, യേശുവിൻ്റെ നാമത്തിന് മഹത്വം നൽകുക, അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മളോടും പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കാരണം, നമ്മുടെ വാക്ക് കാരണം മറ്റുള്ളവർ ചിലപ്പോഴൊക്കെ കരയുന്ന അവസരങ്ങളുണ്ട്, സങ്കടപ്പെടുന്ന അവസരങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ പരിഹസിക്കുന്നു, തരം താഴ്ത്തുന്നു, വേദനിപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വാക്കുകളുടെ പിഴവുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ നമ്മൾ പിളർക്കാറുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയും, നാവ് തീയാണ് എന്നോർക്കുക. ഞാൻ പറഞ്ഞല്ല, യാക്കോബ് അപ്പോസ്തലൻ്റെ ഈ നാവ് തീയാണ് എന്നോർക്കുക.
ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. ഒരു ചെറിയ വാക്ക്, അതിൻ്റെ പിഴവ് യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നു, ഒരു സമൂഹത്തെ എന്ന് മാത്രമെന്നല്ല, ഒരു രാഷ്ട്രം മുഴുവനും, ചിലപ്പോൾ ലോകം മുഴുവനും തന്നെ ചിലപ്പോൾ ഒരൊറ്റ വാക്കിൽ ചിലപ്പോൾ പിഴവ് വന്നാൽ വല്ലാതെ അതിൻ്റെ തിക്തമായ അനുഭവങ്ങളിലേക്ക് കടക്കുന്നതും നമുക്ക് കാണാം. എന്നെ പ്രിയ സഹോദരരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാവിന് ജീവൻ നൽകാനും മറ്റുള്ളവരെ കൊല്ലാനും കഴിയുമെന്ന്. ഇന്ന് വാസ്തവത്തിൽ വാക്കുകളിലൂടെ മാത്രമല്ല ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ സൈബർ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഈ സൈബർ കൊലകൾ ഇന്ന് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോരോ മെസ്സേജുകൾ ഇടുന്നത് വാസ്തവത്തിൽ ഒട്ടനവധി പേരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിൽ കൂടുതലായി മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അവരുടെ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കുകയും ആത്മഹത്യയിലേക്ക് പോലും പല മനുഷ്യരും ഇതുവഴി കടന്നു പോവുകയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നാവിനെ നിയന്ത്രിക്കുന്നവൻ ജ്ഞാനിയാണ്, നാവിനെ നിയന്ത്രിക്കുന്നവൻ നീതിമാനാണ്. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് സ്വന്തം ജീവിതത്തിൻ്റെയും മറ്റുള്ളവരുടെയും സന്തോഷം കെടുത്തുന്നവരാകരുത് നമ്മൾ എന്ന് അപ്പോസ്തലൻ പറയും. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ, ആ വചനങ്ങൾ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിലകൊള്ളുന്നത്. അവിടെ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം വാക്കുകൾ അനൗചിതമായി ഉപയോഗിക്കുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർ അതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാവ് തീയാണ് എന്ന് ഓർക്കണം എന്ന് അപ്പോസ്തലൻ യാക്കോബ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ അവയവങ്ങളിൽ 2 കാതുണ്ട്, അല്ലേ? കാത് 2 എണ്ണമാണ്, കാതുകൾ 2 എണ്ണം. നാവ് എത്രയാ? 1 ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? കൂടുതൽ സംസാരിക്കുകയല്ല, മറ്റുള്ളവരെ കേൾക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ കേൾക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുകയാണ് ചെയ്യേണ്ടത്. പറയുന്നത് ആവശ്യമാണെങ്കിൽ മാത്രം മതി. അതേ എൻ്റെ പ്രിയ സഹോദരരെ, ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക ചൊല്ലുണ്ട്, അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. സ്പീച്ച് ഈസ് സിൽവർ ബട്ട് സൈലൻസ് ഈസ് ഗോൾഡൻ. വാക്ക് വെള്ളിയാണ്, പക്ഷേ നിശബ്ദത, മൗനം അത് തങ്കമാണ്. സ്വർണമാണ്, അത് തങ്കമാണ്. അതെ, നമുക്ക് ഈ പറയുന്ന 2 കാതുകൾ ദൈവം നൽകിയത് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ, അവരുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ യഥാർത്ഥത്തിൽ സഹായിക്കുവാൻ ആണ് 2 കാതുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ നാവ് 1 ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ തീയാകാതെ മറ്റുള്ളവർക്ക് സന്തോഷം ആയി മാറുമ്പോൾ എൻ്റെ പ്രിയ സഹോദരരെ, അതാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നല്ല വിശേഷം എന്നാണല്ലോ. നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല ഒരു വിശേഷമായി മാറുക. ഒരു പഴഞ്ചൊല്ല് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വാക്കിൽ പിഴവും നെല്ലിൽ പതിരും പതിവ്. സംസാരത്തിൽ പിഴവ് പറ്റാത്തവരാരും ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മൗനം വിദ്വാന് ഭൂഷണമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മൗനിയായിരിക്കുക, അത് വിദ്വാനാണ്. അയാൾ വിദ്വാനായതുകൊണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ അറിയാത്തതുകൊണ്ടൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ എങ്കിലും പഴംചൊല്ല് പറയുന്നത് മൗനം വിദ്വാന് ഭൂഷണമെന്നാണ്. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് അറിയാം, വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജീവരഹസ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഞാൻ കൂടുതൽ സമയം നിശബ്ദനാണ്, ഒറ്റയ്ക്കാണ്, പിന്നെ കൂടുതൽ അധ്വാനിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയും ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു, നിശബ്ദതയാണ്. പിന്നെ കഠിനമായ അധ്വാനമാണ് നാം നടത്തുന്നത്.
ഈ നിശബ്ദ മൗനം ഭജിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്നതാണ് ജീവിത രഹസ്യമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു. നമ്മൾ പൊതു ഇടങ്ങളിൽ നമ്മൾ നോക്കിയാലേ, പൊതു ഇടങ്ങളിൽ ഇപ്പോൾ അത് കാറിലാകാം, ബസ്സിലാകാം, പ്രത്യേകിച്ച് തീവണ്ടിയിൽ, ട്രെയിനിലൊക്കെ ആകാം, വാസ്തവത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഞെട്ടിപ്പോകും. അവിടെ ഈ ഫോണിൽ ആൾക്കാർ പരസ്പരം മുഖത്തോട് ഇരിക്കും, പക്ഷേ ഇവരെല്ലാം ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ച് എന്താണ് സംസാരിക്കുന്നത് പോലും അവർക്ക് ഒരു സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കും. ഇതെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പോലും പലപ്പോഴും അവർ അറിയുന്നില്ല. എന്നെ പ്രിയ സഹോദരരെ, ചിലപ്പോഴൊക്കെ അത് ആപത്ത് വരുത്തുന്നുണ്ട് എന്ന് പോലും അവർ അറിയുന്നില്ല. മുറിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുകയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷമെന്ന് പോപ്പ് ഫ്രാൻസിസ് തുടരെ പറയും. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വാസ്തവത്തിൽ മുറിപ്പെടുത്തുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുകയും സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നത് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അതുതന്നെ സുവിശേഷമാണ്, അതുതന്നെ സ്നേഹത്തിൻ്റെ സുവിശേഷം എന്നാണ് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ സംഭവം ഒരു ഇടവകയിൽ, ഇവിടെ നമ്മുടെ രൂപതയിലല്ല, മറ്റ് ഒരു രൂപതയിലെ ഒരു സംഭവമാണ്. അതായത് ഒരാൾ വാട്ടർ ടാങ്കിന് മുകളിൽ ഒരു യുവാവ് കയറി നിന്ന് ഞാൻ മരിക്കാൻ പോകുന്നു, ചാടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇത് കണ്ട് ആൾക്കാരെല്ലായിടം കൂടി, പക്ഷെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയാൾക്ക് അയാളുടേതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ ഇടവക വികാരിയെ വിളിച്ചു. അയാൾ സ്ഥലത്തില്ല, വികാരി സ്ഥലത്തില്ല, അദ്ദേഹം ഒരു മീറ്റിങ്ങിന് വേണ്ടി എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിച്ചപ്പോഴും വണ്ടിയിലാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ വികാരി തിരിച്ച് ഓടി എത്തിയപ്പോഴും കാണുന്നത്, അപ്പം വരുന്ന വഴിക്ക് അദ്ദേഹം പോലീസുകാരെ കാര്യം അറിയിച്ചു, ഇതാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അവിടെ എത്തണം, വേണ്ടത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ പോലീസുകാരും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. ആ ആൾ അവിടെ തന്നെ ഉണ്ട്, അനക്കയില്ല. അയാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ ഇപ്പം ചാടും. പക്ഷേ ഈ അച്ഛൻ ഏതാണ്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഈ പാവം 60 വയസ്സ് കഴിഞ്ഞ ഈ ഇടവക വികാരി പതുക്കെ ഈ കോവണി കയറി അയാളുടെ അടുത്ത് അവശനായിട്ട് എത്തിയിട്ട് എടാ മോനെ എന്നൊക്കെ പറഞ്ഞ് അവനടുത്ത് കുശലം പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അയാൾ എന്ത് സംസാരിച്ചു എന്നൊക്കെ നമുക്കറിയത്തില്ല. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ യുവാവ് അയാളോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ഞാൻ ഇറങ്ങാം. എന്നിട്ട് ഈ അച്ഛൻ പോലീസുകാരോട് പറഞ്ഞു, അവനെ ഇറക്കാൻ പറഞ്ഞു. അവരെ ഇറക്കി താഴെ വന്നു. എൻ്റെ പ്രിയ സഹോദരരെ, ഞാനത് വലിയൊരു സംഭവമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സംഭവിച്ചത് എന്താണ്? അച്ഛൻ അവനെ പോയി ശകാരിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, വിധിച്ചില്ല. അവൻ്റെ സങ്കടം കുറച്ച് കേട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അവൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് ഞാൻ കേൾക്കാം. അവൻ തിരിച്ചു വന്നു. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയ സഹോദരരെ, യഥാർത്ഥത്തിൽ നിങ്ങളുടെ സംസാരം, ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, കാരുണ്യമുള്ളതായിരിക്കണം. നിങ്ങളുടെ അവിടെ പോയിട്ട് വാചകം അടിച്ചിരുന്നെങ്കിൽ അയാളെ വേറെ വല്ലതും ചെയ്യുമായിരുന്നു. ആൾ വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ കേട്ടിട്ട് അത് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ മര്യാദയ്ക്ക് താഴെ ഇറങ്ങാമെന്ന് സമ്മതിച്ചു. പോലീസുകാർ ഇതുപോലെ ഹൃദ്യമായ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതാണ് എന്ന് ഓർക്കുക. അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആരും വഞ്ചിക്കാതിരിക്കട്ടെ. ഇത് മറുവശമാണ്. അതായത് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ചിലർ വളരെ 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 പഞ്ചസാര രീതിയിൽ സംസാരിക്കാറുണ്ട്. അതും സൂക്ഷിക്കണം. വാക്കുകൾ അവിടെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ പറ്റിക്കാൻ, നമ്മൾ വാസ്തവത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകാൻ നമ്മൾ നിന്നുകൊടുക്കുകയും ചെയ്യരുത്. കപട സംസാരം, പുറംപൂച്ചു പറയുന്നവർ, പൊള്ളയായ വാഴ്ത്തുപാട്ടുകൾ, അത് സൂക്ഷിക്കണം. വിവേകത്തോടെ അത് തിരിച്ചറിയണം. പറ്റിക്കപ്പെടരുത്, കബളിക്കപ്പെടരുത്. സംസാരത്തിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുമുള്ള തട്ടിപ്പുകാരെയും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് ഒത്തിരിയേറെ പേര് വാക്കുകളിൽ വാസ്തവത്തിൽ പെട്ടുപോകുന്നവരുണ്ട്. ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ട്. അവരെ നമ്മൾ വിവേകത്തോടെ മനസ്സിലാക്കി അത് യഥാർത്ഥത്തിൽ ശരി തെറ്റുകൾ വിവേചിച്ചറിഞ്ഞ് അതിനോട് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് ആപത്തായി ഭവിക്കും എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ
അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്നാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവനെ നശിപ്പിക്കാനും അതിനെ പുലർത്താനും നാവിന് കഴിയും എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയും, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക എന്ന്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ വാക്കുകളാണ്. നമ്മുടെ വാക്കുകൾ ചിലപ്പോഴൊക്കെ പരദൂഷണമാകാറുണ്ട്, ഏഷണിയാകാറുണ്ട്. അത് ശാപമെന്ന് വചനം പറയുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി 3 വാക്യത്തിൽ ബൈബിളിൽ പറയുന്ന കാര്യം ഇതാണ്: സത്യമുള്ള വാക്കുകൾ മാത്രം പറയുക, ദയയുള്ള അനുകമ്പയുള്ള വാക്കുകൾ മറ്റുള്ളവരുമായി സംസാരിക്കുക, ബന്ധങ്ങൾ വിളക്കിച്ചേർക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ബന്ധങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരിക്കലും നിങ്ങൾ തുനിയരുത് എന്ന് വചനം എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞ് അങ്ങ് നിർത്തുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ വിശുദ്ധനായ ഫിലിപ്പ് നേരിയുടെ അടുത്ത് ഉപദേശത്തിനായി വന്നു. അവർ ഉപദേശത്തിന് വന്നത് ഇതാണ്: വിശുദ്ധനായ ഫിലിപ്പ് നേരിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, പിതാവേ, ഞാൻ ഇങ്ങനെ എന്താ പറയുക, സംസാരത്തിൽ പലപ്പോഴും പിഴവുകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ അയൽക്കാരുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ചില കുടുംബങ്ങളെയൊക്കെ ഭിന്നിപ്പിക്കാൻ പോലും ഞാൻ എൻ്റെ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ കാരണമായിട്ടുണ്ട്. അതിനൊരു ഉപദേശം തേടിയാണ് വാസ്തവത്തിൽ ഈ സ്ത്രീ ഈ വിശുദ്ധനായ ഫിലിപ്പ് നേരിയുടെ അടുത്ത് വരുന്നത്. ഇതെല്ലാം കേട്ടിട്ട് വിശുദ്ധ ഫിലിപ്പ് നേരി ഒന്നും അയാളോട് പറയുന്നില്ല. അയാളോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ചന്തയിൽ പോയിട്ട് ഒരു കോഴിയെ മേടിക്കണം. അയാൾ ഒരു ഉപദേശത്തിന് വന്ന ആളാണ്. ഒരു ഉപദേശം ചോദിക്കാൻ വന്ന ആളോട് ഇയാൾ പറയുന്നത്, ഇയാളത് പോയി ചന്തയിൽ പോയിട്ട് ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വരിക. ഇനി കോഴിയെ വരുന്ന വഴിക്ക് അതിൻ്റെ തൂവലുകൾ ഓരോന്നായിട്ട് കൊഴിച്ച് കളയുക. കോഴിയെ മേടിച്ചിട്ട് വരിക, വരുന്ന വഴിയിൽ ഓരോ തൂവലുകൾ കൊഴിച്ച് കളഞ്ഞിട്ട് വരിക. അപ്പം അവർ എന്താണ് ഇതിൻ്റെ പൊരുളൊന്നും മനസ്സിലായില്ല. വിശുദ്ധനായ ഒരു മനുഷ്യൻ പറഞ്ഞതല്ലേ എന്ന് അയാൾ പോയി കോഴി മേടിച്ച് അവർ വരുന്ന വഴിക്ക് കോഴിയുടെ തൂവലുകൾ കൊഴിച്ച് കളഞ്ഞ് വന്നു, തിരിച്ചെത്തി. അവർ അതുപോലെ ചെയ്തു, തിരിച്ചു വന്നു. വിശുദ്ധൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇന്ന് തിരിച്ചു നടക്കുക, തിരിച്ചു പോയി നിങ്ങൾ കൊഴിച്ചു കളഞ്ഞ തൂവലുകളുണ്ടല്ലോ അതെല്ലാം ഒന്ന് ശേഖരിച്ചുകൊണ്ട് വരിക. അയാൾ മാനത്ത് നോക്കി, കർത്താവ്, ഇത് ആർക്ക് സാധിക്കും? ഇതാർക്കാ സാധിക്കുന്നത്? കാരണം ഈ കാറ്റത്ത് ഈ തൂവലുകൾ എവിടെയൊക്കെ പറന്നു പോയിട്ടുണ്ടാവും, ഏതൊക്കെ മേഖലകളിൽ അത് തുറന്നു പോയിട്ടുണ്ടാവും. അപ്പം അവർ ആശ്ചര്യത്തോടെ ഈ വിശുദ്ധനായ ഫിലിപ്പ് നേരിയുടെ മുന്നിൽ നിൽക്കുന്നു. അവൾക്ക് മനസ്സിലായി, ഇത് അസാധ്യമായ കാര്യമാണ്, ഈ തൂവലുകളെ ഇനി ഒരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. എന്നിട്ട് വിശുദ്ധൻ ആ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, മകളെ, പറഞ്ഞ വാക്ക് ഇതിന് തുല്യമാണ്. ഈ തൂവലുകളുണ്ടല്ലോ, ഈ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല. പറഞ്ഞ വാക്ക് എറിഞ്ഞ കല്ലുപോലെയാണ്, ബോംബ് കണക്കാണ്, ആർക്കും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. സന്ദേശം എന്താണെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി. എൻ്റെ പ്രിയ സഹോദരരെ, സുവിശേഷം അറിയിക്കുക, അതിനുവേണ്ടി തങ്ങളുടെ ജീവൻ സമർപ്പിക്കുക, ഇതായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തത്. ആ അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ വളരെ അഗ്രഗണ്യനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ. തൻ്റെ നാവ് ദൈവത്തിൻ്റെ സ്തുതിക്കായി അദ്ദേഹം സമർപ്പിച്ചു, അതിനായി തൻ്റെ ജീവൻ നൽകി. ഈ അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശവും ഇതാണ്: നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകുക. ഞാൻ തുടങ്ങിയപ്പോൾ ഫുട്ബോളുകാരെയൊക്കെ കൂട്ടുപിടിച്ചാണ് സംസാരിച്ചത്. അതെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നാം എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും യേശുവിൻ്റെ സ്നേഹത്തിന്, കാരുണ്യത്തിന് സാക്ഷ്യമായി മാറുമ്പോൾ നാം യഥാർത്ഥത്തിൽ വിശുദ്ധ യാക്കോബ് അപ്പോസ്തലനെ പോലെ സുവിശേഷം പേറി മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, രക്ഷ നൽകുന്ന,
സൗഖ്യം നൽകുന്ന, ശാന്തി നൽകുന്ന ആ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നാമും മാറുകയാണ്.